like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ കാർലോയിലെ ബോട്ട് ക്ലബ്ബിലാണുള്ളത്. ഇന്നിവിടെ നമ്മുടെ മലയാളികളുടെ ബോട്ട് റേസാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചുണ്ടൻ വെള്ളം മത്സരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ ചുണ്ടൻ വെള്ളം നമുക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ നമുക്കിവിടെ ഉള്ളത് ഡ്രാഗൺ ബോട്ടുകളാണ്. ഡ്രാഗൺ ബോട്ടുകളുടെ റേസിംഗ് ആണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ടീമുകൾ മാറ്റിവെക്കുന്ന ഒരു അവസരമാണിത്. സോ ഇവിടെ ഒരുപാട് മലയാളികൾ, അയർലൻഡിലുള്ള ഒരുപാട് മലയാളികൾ അവരുടെ നാട്ടിലെ വള്ളംകളികളുടെ ഓർമ്മ പുതുക്കാനായിട്ട് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. സോ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. സോ ഞങ്ങളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർലോയിലെ ബോട്ട് ക്ലബ്ബിലാണുള്ളത്. സോ കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നപ്പോൾ ഇതുപോലൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നത്, കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടു നോക്കാം. നമ്മുടെ കാർലോയിലെ ഈ ബോട്ട് ക്ലബ്ബിൽ വെച്ചിട്ട് ഇവിടെ മലയാളികളുടെ ഇതുപോലൊരു ബോട്ട് റേസ് നടന്നിട്ടുണ്ടായിരുന്നു. സോ അന്ന് വിജയികളായത് പുന്നമട ബോട്ട് ക്ലബ്ബാണ്. സോ ഇത്തവണ ആരാകുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ തവണത്തെക്കാളും ഒരുപാട് ആളുകൾ ഇത്തവണ നമുക്ക് ഈ ഒരു ബോട്ട് റേസിന് കാണാനായിട്ട് മലയാളികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. കാരണം ഇത് തെളിയിക്കുന്നത് മലയാളികളുടെ എണ്ണം ഇവിടെ ഭയങ്കരമായിട്ട് ഒരുപാട് പേരുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. സോ ഡെന്നിസേ, നമസ്കാരം. ഇതാണ് അളിയൻ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഡെന്നിസ് വരുന്ന ആ വീഡിയോ, കഴിഞ്ഞ വീഡിയോ ആണ്, ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. എങ്ങനെയുണ്ട് ഡെന്നിസേ, ആദ്യമായിട്ട് വന്നിട്ടുള്ള പ്രോഗ്രാം കണ്ടിട്ട് എന്ത് തോന്നുന്നു? പൊളി. ആൾക്കാരൊക്കെ മലയാളികൾ? മലയാളികൾ എല്ലാം ഉണ്ടല്ലോ ഇവിടെ, എല്ലാ നാട്ടുകാരും ഉണ്ടല്ലോ. ഓക്കെ, ഫുള്ള് സെറ്റപ്പാണ്. ജിബി വരുന്നുണ്ടോ ഇതിലോട്ട്? എങ്ങനെയുണ്ട് ജിബി? ഫുഡ് സ്റ്റോളിലോട്ടാണ് എന്റെ കണ്ണ്. തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നോക്കണം. ആദ്യമായിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഫുള്ളൊരു ഇല്ല, തുടങ്ങിയില്ലല്ലോ, തുടങ്ങി കഴിഞ്ഞിട്ട് പറയാം. കഴിഞ്ഞ തവണ വന്നപ്പോ സുജി ഇല്ലായിരുന്നല്ലോ? ഇല്ലായിരുന്നു. ഇപ്പൊ കണ്ടിട്ട് എന്ത് തോന്നുന്നു? തുടങ്ങിയില്ലല്ലോ, ഞാൻ ഒരെണ്ണം പോലും കണ്ടില്ല. അല്ല, മൊത്തത്തിൽ ഇപ്പൊ കണ്ടിട്ട് ഒരു ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി വൈബല്ല, സൂപ്പർ വൈബാ. കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നല്ല ക്ലൈമറ്റ് അല്ലേ. അപ്പൊ ഇന്ന് നമ്മള് സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ നല്ല സൂപ്പർ, നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ക്ലൈമറ്റ് മൊത്തത്തിൽ അടിപൊളിയാണ്, സൂപ്പറാ. ബോട്ട് റേസ് മാത്രമല്ല, ഇവിടെയുള്ള നമ്മുടെ മലയാളികളുടേതായിട്ടുള്ള ഒരുപാട് സ്റ്റോളുകളും ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ ഒരുപാട് ആളുകൾ വന്ന് നമ്മുടെ നാടിൻ്റെ രുചികളൊക്കെ ഇവിടെ ആസ്വദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കിത് കാണാം. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്ന് നമുക്കിതിൻ്റെ വീഡിയോസൊക്കെ കാണാം. ഇന്ന് ഇവിടെ ബോട്ട് റേസിൽ പങ്കെടുക്കുന്ന ടീമുകളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? എല്ലാവരും ഒരുമിച്ച് കാണാനായിട്ട് നമുക്ക് പറ്റില്ല എങ്കിലും ചിലരെയൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ടീമാണത് ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ഡ്രാഗൺ ബോട്ട് റേസിന്റെ
ആദ്യത്തെ ടീമിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ കൂടെയുള്ള ടീം എന്ന് പറയുന്നത് ടീം സോ ആരാണ് ക്യാപ്റ്റൻ? സോ ക്യാപ്റ്റൻ, നമ്മുടെ ടീമിനെ കുറിച്ച് രണ്ടു വാക്കൊന്ന് പറയാം. എന്താണ് അലിയൻസ് എന്ന് പറയുന്നത്? എന്താണ് അലിയൻസ്? ഞങ്ങൾ ദ്രോഹയുടെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അലിയൻസ് ദ്രോഹ ഞങ്ങളുടെ വടംവലി അങ്ങനെ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം ഇന്നാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പങ്കെടുത്തായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തേർഡായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ, ഞാൻ കാണാനുണ്ടായിരുന്നു, വീഡിയോയിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ പറഞ്ഞോളാം അലിയൻസിന്. പിന്നെ എന്താണ് നിങ്ങൾ ഇന്നത്തെ ഈ ഇത്തവണത്തെ നിങ്ങളുടെ ഈ പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പടിച്ചിരിക്കും. ഞങ്ങൾ അലയൻസ് പോയടുത്ത് എല്ലായിടത്തും കപ്പടിക്കും. അലയൻസ് എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അപ്പം കൊണ്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, അടിപൊളി. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എനർജി ഒന്ന് കാണിക്കാം. നിങ്ങളുടെ അലയൻസ് റോഡേക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു അടിപൊളി ഒരു ചിയർ ഒന്ന് കൊടുത്തേക്ക് നിങ്ങൾ. ഓക്കെ, സോ ഞാൻ അടുത്ത പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് സോ എന്താണ് 7 Seas ടീം? ആരാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ? ആരാണ്? ഓക്കെ, മാനേജർ ക്യാപ്റ്റൻ ഞങ്ങളുടെ ഫണ്ടർ 7 Seas ആണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഫണ്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ക്ലബ്ബ് 7 Seas ബോട്ട് ക്ലബ്ബ്. ഞങ്ങൾ ലാസ്റ്റ് ഇയർ വന്നിരുന്നു. ഞങ്ങള് 8th വന്നു. ഈ വർഷം ഞങ്ങൾ ഞങ്ങൾ 7th എത്തിയിരുന്നു. 7 Seas 7th വന്നിരുന്നു. ഈ വർഷം ഞങ്ങൾ ഫസ്റ്റ് തന്നെയാണ് എയിം ചെയ്യുന്നത്, അല്ലേ? ഫസ്റ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ വർഷം ഉറപ്പാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീം വേണ്ടിട്ട് ഒരു അടിപൊളി ഒരു ചിയർ കൊടുത്തേക്ക്. നമ്മുടെ കൂടെ ഇപ്പോൾ കേരള ഹൗസിന്റെ സാരഥി റോയ് കുഞ്ചലക്കാടൻ ചേട്ടനുണ്ട്. സോ പുള്ളിക്കാരനെ പുള്ളിക്കാരനിൽ നിന്ന് നമുക്ക് കേരള ഹൗസിനെ കുറിച്ച് നമുക്ക് എന്താണെന്നൊന്ന് അറിയാം. ചേട്ടാ പറഞ്ഞോളൂ, എന്താണ് കേരള ഹൗസ്? കേരള ഹൗസ് ഞങ്ങൾ 2010 തുടങ്ങിയ ഒരു മലയാളി കൂട്ടായ്മയാണ്. അത് അയർലൻഡിലെ എല്ലാവർക്കും അൺഒഫീഷ്യലായിട്ട് കേരള ഹൗസിന് മെമ്പർ ആകാം. അതാണ് അതിന്റെ പേര്. ഓക്കെ, ലോകത്ത് 2 കേരള ഹൗസേ ഉള്ളൂ. ഒന്ന് ഡൽഹിയിലും ഒന്ന് അയർലൻഡിലും. അതാണ് അതിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ കേരള ഹൗസിന് അതിനകത്ത് പ്രസിഡന്റോ സെക്രട്ടറി അങ്ങനെ ഒരു സ്ഥാനമൊന്നുമില്ല. ഞങ്ങൾ കുറച്ചുപേർ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറെ പേരും പത്രക്കാരും എന്നെ അതിന്റെ ചീഫ് കോർഡിനേറ്ററായി അവരോധിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതിന്റെ ചീഫ് കോർഡിനേറ്ററായിട്ട് പബ്ലിക് അറിയപ്പെടുന്നു. അതാണ് കേരള ഹൗസ്. കേരള ഹൗസിന് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള ഹൗസ് കാർണിവലാണ്. എല്ലാ വർഷവും അത് ചെറുതിൽ നിന്നും തുടങ്ങി കഴിഞ്ഞ വർഷം 4000 മുകളിൽ പേരിൽ പങ്കെടുത്തു. ഈ വരാൻ പോകുന്ന കാർണിവൽ ജൂലൈ 6-നാണ്. അത് ഞങ്ങൾ ഒരു 5000 പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത രണ്ടാമത്തെ പ്രോഗ്രാമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് ഈ വള്ളംകളി. കഴിഞ്ഞ വർഷം ഏപ്രിൽ ആയിരുന്നു. പെരും മഴയായിരുന്നു. എന്നിട്ടും 18 ടീമും 1000ങ്ങളും പങ്കെടുത്തു. തീർച്ചയായിട്ടും ഞാനും ഉണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം. ഇന്ന് ഈ വർഷം ഇത് ഞങ്ങൾ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ 21 ടീമിനെ നമുക്കിവിടെ പങ്കെടുപ്പിക്കാൻ പറ്റൂ. 25ഓളം ടീമുകൾ 2 ദിവസം കൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്തു. അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത 21 ടീമുകളെ എടുത്ത് ബാക്കി 4 ടീമുകളെ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു. ഇന്ന് എല്ലാ ദൈവാനുഗ്രഹത്താൽ കാലാവസ്ഥകളും എല്ലാം നന്നായതുകൊണ്ട് വളരെ നല്ലൊരു ജനക്കൂട്ടം പല ഘട്ടങ്ങളിലായി ഇവിടെ വന്നു പോകുന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വളരെ അടിപൊളിയായിരുന്നു. പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു കുഴപ്പമില്ല. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ ഈ ഒരു മലയാളി കമ്മ്യൂണിറ്റി ഇവിടുത്തെ ഒരു വളർച്ച കാണുമ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? ചേട്ടൻ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരാളല്ലേ? ഞാൻ 21 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ വന്ന കാലം തൊട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടിലും ചെറിയ പൊതുപ്രവർത്തകനാണ്. എന്ന് വെച്ചാൽ വലിയ നേതാവെന്നൊന്നും അവകാശപ്പെടുന്നില്ല. താഴെത്തിട്ടില്ല. ഇവിടെ വന്നിട്ട് എനിക്കത് തുടരണമെന്ന ആഗ്രഹത്താൽ താഴെത്തിട്ട് തുടങ്ങി. ആദ്യം ഞാൻ താമസിക്കുന്ന ഏരിയയിലെ ലൂക്കൻ മലയാളി ക്ലബിന് രൂപം കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇച്ചിരി വൈഡാണെന്ന് വിചാരിച്ചിട്ടാണ് കേരള ഹൗസിലേക്ക് വന്നത്. ലൂക്കൻ മലയാളി ക്ലബിൽ നിന്നുകൊണ്ട് എന്റെ സ്റ്റാൻഡ് എപ്പോഴും ലൂക്കനാണ്. അതുമേ നിന്നുകൊണ്ടാണ് കേരള ഹൗസിന് രൂപം കൊടുത്തത്. അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. കേരള ഹൗസിന് ഒത്തിരി മാർഗദർശകമാകാൻ കഴിഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളിലും അയർലൻഡ്. ഇപ്പോൾ ഇഷ്ടംപോലെ കേരള ഹൗസിന്റെ കാർണിവൽ അതിന്റെ പേര് മാറ്റി അതിന്റെ രൂപത്തിൽ കേരളമെമ്പാടും നടക്കുന്നു. അങ്ങനെ നടത്തുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നല്ലതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ അതൊരു ഇൻസ്പിറേഷനായി അയർലൻഡിലെമ്പാടും ഇന്ന് കാർണിവൽ പല പേരുകളിൽ പല രൂപത്തിൽ നടക്കുമ്പോൾ ഞാൻ തമാശയായിട്ട് പറയുന്നു, വെറും തമാശയായിട്ട് കേരളത്തിൽ പൂരങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷെ തൃശ്ശൂർ പൂരം ഒന്നേ ഉള്ളൂ. കാർണിവൽ ഒന്നേ ഉള്ളൂ. അത് ഞാൻ ആരെയും ഒരു തമാശ. എന്തായാലും ഇങ്ങനൊരു പരിപാടിയോട് ഓർഗനൈസ് ചെയ്തതിൽ ചേട്ടനോട് നമ്മൾ നേരിട്ടൊരു നന്ദി അറിയിക്കുകയാണ്, ചേട്ടനും കേരള ഹൗസിനും. എന്തായാലും ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ നാടിൻ്റെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും എല്ലാം ഇവിടെയുള്ള മലയാളികൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ എനിവേ താങ്ക് യു സോ മച്ച് ചേട്ടാ. ചേട്ടൻ എന്താണ് ഇനിയിപ്പോൾ വരുന്ന കാലത്തിൽ ഈ ബോട്ട് റേസ് എങ്ങനെ ഏത് ലെവലിലായി കാണണം, ഈ കാർണിവൽ എന്ത് ലെവലിലായി കാണണമെന്നാണ് ചേട്ടൻ്റെ ഒരു ആഗ്രഹം? കാർണിവലും ഡ്രാഗൺ ബോട്ടും എല്ലാം മുന്നോട്ട് പോകണം. അത് എനിക്ക് ശേഷം പ്രളയമൊന്നുമില്ല, നമ്മളൊക്കെ ഇല്ലാതാവും. ഇത് നടക്കണം, നമ്മുടെ പുതിയ തലമുറ ഇത് നടത്തിക്കൊണ്ട് പോകണം. നമ്മളുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമെന്നൊരു വിശ്വാസമൊന്നുമില്ല. നമ്മൾ ചെയ്യാവുന്ന ഇത്രയും കാണിച്ചു കൊടുക്കുന്നു. അത് മറ്റുള്ളവർ തുടർന്ന് കൊണ്ട് പോകണം എന്നാഗ്രഹം. അത് വളരും. ഇതിനേക്കാൾ പേരുകൾ മാറാം, സംഘടനകളുടെ പേരുകൾ മാറാം, നടത്തുന്നവരുടെ ആളുകളുടെ പേര് മാറാം. പക്ഷേ ഇത് കാർണിവൽ ആ രൂപത്തിലും വള്ളംകളി ആ രൂപത്തിലും ഇവിടെ തുടരണം. അങ്ങനെ തുടരുമ്പോൾ നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സന്തോഷം. ഇനി ഇല്ല എങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മൾ എവിടെയെങ്കിലും ഇന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് സന്തോഷിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം. ഇത്തവണ നമ്മുടെ കേരള കാർണിവലിന്റെ വെന്യൂ മാറിയെന്ന് ഇവിടെ നിന്ന് അനൗൺസ്മെന്റ് കേട്ടു. ഇപ്പൊ എവിടെയാണ് നടക്കാൻ? വെന്യൂ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നമുക്കറിയാം ലൂക്കൻ വില്ലേജിലായിരുന്നു കഴിഞ്ഞ 9 വർഷം നടത്തിയത്. ആ വെന്യൂവിന്റെ ആളുകൾക്ക് ഒരു പരാതിയും ഇപ്പോഴുമില്ല. പക്ഷേ ആ വെന്യൂ ഈ പ്രോഗ്രാമിനെ ഉൾക്കൊള്ളാൻ കഴിയും മാത്ര വേദിയില്ല. ലൂക്കൻ വില്ലേജ് തന്നെ ബ്ലോക്കായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ തന്നെ മലയാളികൾ വീണ്ടും ഒരു പേരുദോഷം ഐറിഷ് ഇടയിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വെന്യൂ മാറ്റി ഡബ്ലിനിൽ നിന്നും കിൽഡേറിന് പോകുമ്പോൾ നെയ്സിന് തൊട്ട് മുമ്പുള്ള എക്സിറ്റ് അത് ജോൺസ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ജോൺസ് ബ്രിഡ്ജിൽ ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലത്തേക്ക് പോരുമ്പോൾ വളരെ സുന്ദരമായ ഒരു സ്ഥലമുണ്ട്. അതിന്റെ പേര് പാൾമേസ്റ്റൗൺ എസ്റ്റേറ്റ് എന്നാണ്. അവിടെയാണ് നടക്കുവാൻ പോകുന്നത്. 1000-ലെയും കാർ പാർക്കിംഗ് ഉള്ളത്. നല്ല വെനുവാണ്, കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെനു അവിടെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എത്താനായിട്ട് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും എല്ലാം അവൈലബിൾ ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് തൊട്ടടുത്ത ഒരു സ്ഥലം വരെ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ബസ് ഇടാനുള്ള ആലോചിക്കുന്നുണ്ട്. പിന്നെ 90% ആളുകളും ഇന്ന് ഡ്രൈവ് ചെയ്ത് കാർ എടുത്ത് വരുന്നവരാണ്. ഈവൻ സ്റ്റുഡൻസ് പോലും 4-5 പേര് കൂടി ടാക്സി എടുത്തുനിന്ന് വരുന്നവരാണ്. അവർക്കും ഫെയർ ഉള്ളത്. പക്ഷേ അങ്ങനെ സ്റ്റുഡൻസിനെ കേന്ദ്രീകരിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് ബസ് വിട്ടു കൊടുക്കാൻ. മത്സരങ്ങൾ തുടങ്ങി നല്ല കുടുംബിരി കൊണ്ട് മത്സരങ്ങൾ വളരെ ടൈറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമുക്കൊന്ന് ചെറുതായിട്ട് പോയിട്ട് ഫുഡ് സ്റ്റോളിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞങ്ങൾ ചെന്നത് ഒരു പാനിപ്പൂരി കൊടുക്കുന്ന ഒരു ചെറിയൊരു സ്റ്റോളിലേക്കാണ്. ഓക്കെ, കഴിക്കേ ലഡു ലില്ലേശിയും കഴിക്കേ. അത് പൊത്തു പോവേ. കഴി. അങ്ങനെ എടുത്ത് വായിൽ വെച്ചോ. അതിനുശേഷം നല്ല ബിരിയാണി കൊടുക്കുന്നുണ്ടെന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ബിരിയാണി സ്റ്റോളിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച ഇതാണ്. ഒരു നീണ്ട ക്യൂ. Still of the night, gazing up at the sky, when the stars began to fade, dimming lanterns in our eyes, thought there was nothing to find. I stopped searching for a reason. ഇവിടുത്തെ പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് വള്ളംകളി മാത്രമല്ല, സൈഡിൽ കിഡ്സിനായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻസും ഉണ്ട്. സോ ഈ കാണുന്നതൊക്കെയാണത് കണ്ടില്ലേ, കിഡ്സിന് വേണ്ടിയുള്ള എൻ്റർടൈൻമെൻറ്റ്, കിഡ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റിൻ്റെ സംഭവങ്ങൾ, ഐസ്ക്രീംസ്, ഫുള്ളൊരു ഭയങ്കരമായൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ആയിട്ടുണ്ട്. എങ്ങനെ തോന്നുടാ ഡെനിസ? ഇപ്പൊ എങ്ങനെ തോന്നുന്നു കണ്ടിട്ട്? നല്ല തിരക്കായിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷ ഒരിക്കലും ഇല്ല. ഒരു കൊച്ചു കേരളമായിട്ടുണ്ട്. അതെ സുജി, അടിപൊളി. സ്ഥിരം ഡയലോഗ് അടിപൊളി. കേട്ടില്ല? സ്ഥിരം ഡയലോഗ് അടിപൊളി. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ജിപി എങ്ങനെ തോന്നുന്നു കണ്ടിട്ട്? ഫുൾ ഓണായി കണ്ട, പക്ഷെ കണ്ട നല്ല ഉറക്കം വരുന്നുണ്ട്. ഇവിടെ ഭയങ്കര നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഇപ്പോൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര വെയിലാണ്. എല്ലാം നല്ല ചൂട് കാലാവസ്ഥയാണ്.
അപ്പോൾ ചൂട് കാരണം ഞങ്ങളൊരല്പം മിൽക്ക് ഷേക്കൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു ചൂടിനൊന്ന് പ്രതിരോധിക്കാനായിട്ട്. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ ഡ്രാഗൺ ബോട്ട് റേസിന്റെ ഡിഫെൻഡിങ് ചാമ്പ്യൻസിനെയാണ്. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ടീം പുന്നമട ബോട്ട് ക്ലബ്. സോ അപ്പൊ എന്താണ് പുന്നമട ബോട്ട് ക്ലബിനെ കുറിച്ച് 2 വാക്ക് നമ്മുടെ ടീമിന്റെ ക്യാപ്റ്റൻ ആരാ? ഞാനാണ് ടീമിന്റെ ക്യാപ്റ്റൻ. എൻ്റെ പേര് പുന്നമട ജോർജ് കുട്ടി. ഞാൻ ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതിന്റെ വാതിക്കലാണ് എൻ്റെ വീട്. എൻ്റെ ഈ ചുറ്റുവട്ടത്ത് നിൽക്കുന്നതെല്ലാം കുട്ടനാടിന്റെ കരിങ്കുട്ടന്മാരാണ്. ഞങ്ങളെ കണ്ടാൽ തന്നെ കരിങ്കുട്ടന്മാരാന്ന് ആർക്കും തോന്നും. അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളായിരുന്നു വിന്നർ. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വള്ളംകളിയിൽ 2 മത്സരം ഞങ്ങളിപ്പോൾ നടത്തി. 2 മത്സരത്തിൽ ഞങ്ങൾക്ക് നല്ല ടൈമിങ്ങിലാണ്. ഞങ്ങൾക്കാണ് ഇപ്പോൾ ലീഡിങ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം കേരള ഹൗസ് സംഘടിപ്പിക്കുന്ന ഈ വള്ളംകളിയിൽ IDB ഐറിഷ് ഡ്രാഗൺ ബോട്ട് അസോസിയേഷൻ ആണ് ഇത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇവർക്ക് 2 പേർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ടീമിൻ്റെ കരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടായ്മയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് അയർലൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ, ഡ്രോഗിഡ, കോർക്ക്, ഡബ്ലിൻ, ഡണ്ടാക്ക്, ഇവിടുന്നൊക്കെ 3-3.5 മണിക്കൂർ സമയം യാത്ര ചെയ്താണ് ഈ പ്രാക്ടീസിന് വരുന്നത്. വളരെ കഠിനമായ, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മത്സരമാണിത്, അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ടീമിൻ്റെ ഒത്തൊരുമയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പം വരും വർഷങ്ങളിലും ഞങ്ങളുടെ ഏറ്റവും നല്ല ടീമുകൾ ഞങ്ങൾ ഇവിടെ വീണ്ടും ഞങ്ങൾ അവതരിപ്പിക്കും. അപ്പം ഞങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ടീം അത്താൽ എന്നുള്ള ടീമാണ്. സോ ടീമിനെ പരിചയപ്പെടുത്താൻ ടീമിന്റെ ക്യാപ്റ്റൻ ടീമിനെ കുറിച്ച്. ഇത് കഴിഞ്ഞ വർഷമാണ് ഇത് തുടങ്ങിയത്. ഈ വർഷം ഞങ്ങൾ കഴിഞ്ഞതിനെക്കാട്ടിലും വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ സ്പോൺസേഴ്സ് ഐഡിയൽ സൊല്യൂഷൻസ് അയർലൻഡ്, അവരാണ് സ്പോൺസേഴ്സ്. പിന്നെ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും അത്തായി ഡ്രാഗൺ ബോട്ട് ക്ലബ്ബ്, അവരാണ് ഡ്രാഗൺ ബോട്ട് ഫുള്ള്. ഞങ്ങൾ ഈ and Julie. Okay. She is the main, ഡ്രാഗൺ ബോട്ട് ക്ലബിന്റെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഞങ്ങൾ ഈ വർഷം വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം വരും വർഷങ്ങളിൽ ഞങ്ങൾ പൊസിഷൻ ഇപ്പോഴത്തെ ഞങ്ങൾ 2 റേസിലും സെക്കൻഡ് ആയിരുന്നു. ഇപ്പൊ ഈ റേസിൽ ഞങ്ങളായിരുന്നു ഫസ്റ്റ്. അടുത്ത വർഷം നിങ്ങളുടെ ടീമിന് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഒരു ചിയർ, നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ചിയർ കൊടുത്തേക്ക്. അടിപൊളി അടിപൊളി. Can't escape from this feeling inside you. Release from heartache, you'll be fine. When the cracks start to let you run right through, I'll be there to help you shine. ഏറ്റവും ഒടുവിൽ ഫൈനൽ റേസ് ആയിരിക്കുകയാണ്. ഇതിലിപ്പോൾ മത്സരിക്കുന്ന ടീമുകളെന്ന് പറഞ്ഞാൽ ഇടത്ത് നിന്ന് വലത്തോട്ട് ആദ്യം ആഹാ, പിന്നെ പുന്നമട ബോട്ട് ക്ലബ്, പിന്നെ അപ്പുറത്ത് കുട്ടനാട് ബോട്ട് ക്ലബ്. ആഹാ ബോട്ട് ക്ലബ്, പുന്നമട ബോട്ട് ക്ലബ്,
കുട്ടനാട് ബോട്ട് ക്ലബ്ബ്. ഇങ്ങനെ ഈ 3 ടീമുകളാണ് ഇപ്പോൾ ഫൈനലിൽ മത്സരിക്കുന്നത്. ആവേശകരമായ നമ്മുടെ ജലോത്സവം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ഈ കോമ്പറ്റീഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് മത്സരമായാലും അതിൽ അവസാനം ഒരൊറ്റ വിജയം ഉണ്ടാവുള്ളൂ. വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. സോ ഇന്നത്തെ നമ്മുടെ വിജയികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരുടെ പേര് പറയാം. നിങ്ങളുടെ പേരാണ്? സോ എല്ലാവർക്കും വളരെ കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ ടീമിന് ഒരു ലൗഡ് ചിയർ പ്ലീസ്, എല്ലാവരും കൂടെ. ഒരു വാക്ക് കൂടെ നിങ്ങളുടെ ക്യാപ്റ്റൻ, നിങ്ങളുടെ ടീമിനെ കുറിച്ച് 2 വാക്ക്. ക്യാപ്റ്റൻ. താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഞങ്ങളുടെ ടീം വളരെ ചെറിയൊരു ടീമാണ്. ഞങ്ങൾ അയർലൻഡിലെ പല ഭാഗത്തു നിന്നും ഏജ് ഉള്ളവരും കുറഞ്ഞവരുമായിട്ട് ഞങ്ങൾ മിക്സ് ചെയ്ത് അയർലൻഡിലെ കെറിയും കോർക്കും ഡബ്ലിനിലും എല്ലാത്തിനും കൂടി ഒരു സംഗമിച്ച വള്ളങ്ങളോട് ഇഷ്ടപ്പെടുന്ന അതിനോട് താല്പര്യമുള്ളവരുടെ ഒരു ടീമാണ്. ഞങ്ങൾ ട്രയലൊക്കെ അടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും പ്രതികൂല സാഹചര്യങ്ങളിൽ എല്ലാവരും വന്ന് ട്രയൽ അടിച്ചതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ടീമാണ് ഞങ്ങൾക്ക് ശക്തി. ഞങ്ങൾക്ക് പക്ഷേ ഏറ്റവും ശക്തിയായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ സ്പോൺസേഴ്സാണ്. അവർ കട്ടൊക്കെ ഞങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ താങ്ക്സ് ടു ബ്ലൂ ചിപ്പ് സ്റ്റൈൽസ്, ഞങ്ങളുടെ സ്പോൺസർ. താങ്ക്സ്. Still of the night, gazing up at the sky, when the stars began to fade, dimming lanterns in our eyes, thought there was nothing to find. I stopped searching for a reason, just let the world embrace us. In the silence we are one. സോ അതാണ് നമ്മുടെ ജലോത്സവത്തിൻ്റെ അവസാനം. സോ ഇനി നമുക്ക് അടുത്ത വർഷം ഇതുപോലെ വീണ്ടും ഇതേ സ്ഥലത്ത് വെച്ച് ജലോത്സവത്തിന് കണ്ടുമുട്ടാവുന്നതാണ്. സോ ഇനിയുള്ള അടുത്ത വീഡിയോസിൽ നിങ്ങൾ ഇതുവരെ തന്നുകൊണ്ടിരുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി. അതിനോടൊപ്പം തന്നെ ഇനിയും നമ്മളെ തുടർന്ന് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കുക. അത്രയേ ഉള്ളൂ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ.